CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്ക് വിചാരിക്കുകയാണ്. സി അനിൽകുമാർ, രാജ്യത്ത് കെട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ചപ്പോൾ സുപ്രീം കോടതി തിരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യൂ, മുഖ്യമന്ത്രി ഒഴിവാക്കൂ എന്ന നിർദ്ദേശങ്ങൾ അങ്ങോട്ട് നൽകുന്നു. ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ചേർന്നിരുന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം, സെർച്ച് കമ്മിറ്റിയിൽ അടക്കം രണ്ടുപേരുടെ നോമിനികൾ ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി നിശ്ചയിക്കുമ്പോൾ ആ സുപ്രീം കോടതിയെ തിരുത്താനും നിർദ്ദേശം നൽകാനും ഗവർണർമാർ പോവുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇങ്ങനെ നിലവിട്ട് പെരുമാറുന്നത്. ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സർവകലാശാലകൾ എങ്ങനെ ഭരിക്കപ്പെടണമെന്നതിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ പട്ടികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം സംസ്ഥാനങ്ങൾ നിയമിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കുന്ന നിയമപ്രകാരമാണ് അവിടെ ചാൻസലർ ഉണ്ടാവുക. ആ ചാൻസലർ ഗവർണറായി തീർന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഗവർണർ എന്ന ഭരണഘടനാ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം ഗവർണർക്ക് തന്നെ വേണ്ടതില്ല, ഞങ്ങൾക്ക് നിയമത്തിൽ തന്നെ ഒപ്പിടാൻ ബാധ്യതയില്ല എന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ മാത്രമാണ് കേരള ഗവർണർ. ഇവിടെ സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുക? കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഫൈനാൻസ് സെക്രട്ടറി അടക്കമുള്ളവരെ സിൻഡിക്കേറ്റ് യോഗത്തിന് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗവർണർ നിയമിച്ചിട്ടുള്ള താൽക്കാലിക VC-മാര് അവരെ നീക്കം ചെയ്യാൻ കേരളത്തിലെ ഹൈക്കോടതിയും ഡിവിഷൻ ബെഞ്ചും ഉത്തരവിട്ടതാണ്. നാണം കെട്ട് അവർ അധികാരത്തിൽ തുടരുകയാണ്. അവര് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്തിനാ പോയിരിക്കുന്നത്? ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് പറയണം, ഞങ്ങളുടെ സിൻഡിക്കേറ്റ് യോഗത്തിലെ ധനകാര്യ കമ്മിറ്റിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ വരണം. അപ്പൊ മുഖ്യമന്ത്രി വേണ്ട, സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നാൽ മതി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വേണ്ട, കേരള ഖജനാവിലെ പണം തന്നാൽ മതി. ഇത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന, വെല്ലുവിളിക്കുന്ന മോദി സർക്കാരിന്റെ തനി ചട്ടമ്പിത്തരമാണ്. ആ ചട്ടമ്പിത്തരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു ചാൻസലർ തയ്യാറായി, അല്ലെ ഗവർണർ തയ്യാറായി. ആ ഗവർണർക്കെതിരായിട്ട് ആവർത്തിച്ച വിധികൾ എത്രയെണ്ണം വന്നു? വിധി മാനിക്കാൻ ഗവർണർ തയ്യാറായോ? കേരളത്തിലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയെ മാനിച്ചോ? ഡിവിഷൻ ബെഞ്ച് വിധിയെ മാനിച്ചോ? മാനിച്ചിരുന്നെങ്കിൽ താൽക്കാലികമായ VC-മാർ ഇപ്പോൾ KTU-ലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും തുടരുമായിരുന്നു. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ആ രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക VC-മാർ നിൽക്കുകയാണ്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ഇതാണ് യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രം നടത്തുന്ന ന്യായങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് മേൽ കടന്നുകയറ്റം നടത്തുന്ന എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ പരമോന്നത സുപ്രീം കോടതി നിയമവ്യാഖ്യാനം നടത്തേണ്ടത് സുപ്രീം കോടതി അല്ലാതെ പിന്നെ മറ്റേത് സ്ഥാപനമാണ്? അതിനെല്ലാം അവർ വെല്ലുവിളിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ VC വിഷയത്തിൽ ഈ ഗവർണർ എടുത്ത നിലപാടിനെയും കാണേണ്ടത്. അങ്ങനെയല്ലേ? അതെ, ഇവിടെ വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ബംഗാളുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു ധാരണ എടുത്തു. ആ ധാരണയിൽ സുപ്രീം കോടതി പറയുന്നത്, സംസ്ഥാനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സർവകലാശാലകളിൽ സർക്കാരിന്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രിക്കാണ് ചാൻസലറോട് ഇടപെടാനും ഉപദേശിക്കാനുമുള്ള പ്രധാനപ്പെട്ട അധികാരം. അങ്ങനെ മുഖ്യമന്ത്രി ചാൻസലറോട് മിണ്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ലോകാവസാനമായി എന്ന് പറഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസുകാർ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സർവകലാശാല VC-യെ വെച്ചപ്പോൾ ആ VC-യുടെ പുനർനിയമനത്തിന് കേരള സർക്കാർ താല്പര്യം അറിയിച്ചത് സ്വജനപക്ഷപാതമാണ്. ഇതായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാദം. ഇതായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർ BJP-ക്ക് അനുകൂലമായി കൊട്ടിക്കൂട്ടിച്ചുകൊണ്ട് നടന്നിരുന്നത്. അവസാനം സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കേട്ടിട്ട് വേണം കാര്യങ്ങളിലേക്ക് പോകാൻ. അതിനോട് തർക്കമുണ്ടെങ്കിൽ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് ഞങ്ങളെ സമീപിക്കാം. അപ്പൊ ആദ്യം മുഖ്യമന്ത്രി എന്താ പറയുന്നതെന്ന് ചാൻസലർ ഒന്ന് കേൾക്കൂ. കേരളത്തിലെ 3.5 കോടി മനുഷ്യരുടെ തലപ്പത്തുള്ള ഒരു അധികാര സ്ഥാപനമല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് തർക്കമുണ്ടെങ്കിൽ വരാൻ സുപ്രീം കോടതി തന്നെ അവസരം കൊടുത്തിരിക്കെ ചാടിക്കേറി മുഖ്യമന്ത്രി പറയാൻ പാടില്ല. അത് കേരളത്തിലെ VD സതീശന്റെ താല്പര്യമാണ്.
കേരളത്തിലെ കോൺഗ്രസിന്റെ താല്പര്യമാണ്. കോൺഗ്രസിന്റെ താല്പര്യവും വി ഡി സതീശന്റെ താല്പര്യവും നടപ്പാക്കാൻ 6 ഏക്കർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. രണ്ടാളും ഒരേ വാദങ്ങൾ എടുക്കുന്നു. അങ്ങനെ കേരളത്തിലെ BJPയും UDFും ഒരേപോലെ തന്നെ നിലപാടെടുക്കുന്നു. മുസ്ലിം ലീഗും മറ്റാളുകളുമെല്ലാം അതേപോലെ തന്നെ 6 ഏക്കർക്കൊപ്പം നിൽക്കുന്നു. ഇവർ കേരളത്തിനെതിരാണ്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.